ഹലോ ഗൈസ്, ഫിഷിംഗ് വ്ളോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് കടലിൽ വറ്റ പിടിക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനാണ് ബൈറ്റായിട്ട് എടുത്തേക്കണത്. അപ്പോൾ കടലൊക്കെ നല്ല തിരമാലയ്ക്കുള്ള ഒരു ടൈമിലാണ് നമ്മൾ വന്നേക്കുന്നത്. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ വറ്റ ഈ ടൈമിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മുട്ടുമെന്നാണ് കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോണത്. തീരെ ഗംഭീര സീനാണ്, ഗംഭീര തിരയാണ് ഗൈസ്. നമുക്കൊരു സൈഡിൽ ഒതുങ്ങി നിന്നിട്ട് ഫിഷിങ് ചെയ്ത് നോക്കാം. കടലൊക്കെ ഇങ്ങനെ പതഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നല്ല തരിയാണ്. ചെമ്മീൻ കണ്ടോ? ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ചെമ്മീൻ കേട്ടോ. നമ്മൾ 50 രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിക്കണത്. അപ്പോൾ നമുക്ക് വറ്റ കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഹുക്കാണ് ഇട്ടേക്കണേ. നമ്മൾ അടിയിലൊരു വെയിറ്റും മേലെ 2 ഹുക്കും കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെമ്മീനൊരു കഷ്ണം ഇടാം കേട്ടോ. ചെമ്മീൻ ഓരോ കുളത്തുമ്മയും ഓരോ കഷ്ണം ഇട്ടിട്ട് നമുക്ക് നിറഞ്ഞു നോക്കാം. നമ്മുടെ ഹുക്ക് കണ്ട, അത് ചെറിയ ഹുക്കാണ് കേട്ടോ. ഓവർ വലിപ്പമില്ല, ചെറിയ ഹുക്കാണ്. 2 ഹുക്കത് ചെറുതാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ്റെ ഇങ്ങനെ ഒരു 2 കഷ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 കഷ്ണമാണ് നമ്മൾ ഇടാൻ പോണേ കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എറിയുമ്പോൾ അത് പെട്ടെന്ന് വിട്ടുപോരും. ഒരെണ്ണം കുറച്ച് കഴിഞ്ഞു. അടുത്തത് ഇപ്പോൾ 2 എണ്ണം നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എറിഞ്ഞ് നോക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ എറിയണം കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് എറിഞ്ഞ് നോക്കാം കേട്ടോ. അവിടെയാണ് വീണേക്കണം കേട്ടോ. ഇപ്പോൾ നൈസ് കാറ്റൊക്കെ ഉണ്ട്, നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഡ്രാഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം വലിയ മീൻ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂണ്ട പൊട്ടിപ്പോവും. ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്ട്രൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ബോട്ടുകളൊന്നും ഇങ്ങനെ കാണാനില്ല കേട്ടോ. ബോട്ടുകളൊന്നും കാണാനില്ല. നല്ല തിരയുണ്ട് ഒന്നാമത്. പിന്നെ മറ്റേ ചുഴലിക്കാറ്റ് എന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ടൈമിൽ ചൂണ്ടാൻ വരാൻ പാടുമെന്ന് പറഞ്ഞൂടാ. എന്തായാലും കടലിൽ തിരമാല കുറച്ച് ഉണ്ട്. പക്ഷെ എന്നാലും സാധാരണ നോർമലൊരു കടൽ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ളൂ കേട്ടോ. ഓവറായിട്ട് അങ്ങനെ അടിച്ച് കയറി മുട്ടുമ്മയ്ക്ക് ഓവർ വെള്ളം കയറി വരിക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് നിന്ന് സമാധാനമായിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നൊരു അവസ്ഥ തന്നെയുള്ളൂ. വെള്ളം തെളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തെളിഞ്ഞ കാരണമാണ് നമ്മൾ ഫിഷിങ് ചെയ്യാൻ തന്നെ വെച്ചത്. ഈ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കലങ്ങിയിട്ടുണ്ട്, പക്ഷേ അപ്പുറത്തൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. സ്ട്രൈക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. അവിടെ ആ സൈഡിലേക്കാണ് കേട്ടോ ബോട്ടുകൾ പോണത്. അവിടെ ബോട്ടുകൾ പോകുന്നുണ്ട്, ആ സൈഡിലേക്കാണ് പോണത്. നമ്മുടെ സൈഡിൽ ഒറ്റ ബോട്ടില്ല കേട്ടോ. നമ്മുടെ സൈഡിലേക്ക് എന്താണോ മീൻ പിടിക്കാരും വരുന്നില്ല. പക്ഷെ അപ്പുറ സൈഡിലേക്ക് പോകണ കാണാണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ വലിച്ചു കയറിയിട്ടേ അപ്പുറ സൈഡിലൊന്ന് ഇട്ട് നോക്കാം. ഇവിടെ സ്ട്രൈക്കൊന്നും കാണാനില്ല. മീൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രൈക്കെങ്കിലും തരേണ്ടതാണ്. ഇത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല കടലിൽ വരുമ്പോൾ. അതിൽ അപ്പുറ സൈഡ് നോക്കി നോക്കാം കേട്ടോ.
ഇപ്പുറ സൈഡ് കുറച്ച് തിര കൂടുതലാണ്. ഈ തിരയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പാടാണ്. നമുക്ക് ഇതിലേക്കൊന്ന് പോയി നോക്കാം. അറ്റത്തന്നെ ഇപ്പുറ സൈഡിൽ ഇടാൻ പറ്റുള്ളൂ, കാരണം അപ്പുറ സൈഡിൽ ഭയങ്കര തിരയാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ലപോലെ തിര അടിച്ച് കയറുന്നുണ്ട്. അപ്പം നമുക്ക് വല്ലാണ്ട് അറ്റത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നിന്നിട്ട് അറിയാം. അവിടെ വീണ്ടുണ്ട്. നൈസായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള മുട്ടുമെന്ന് ആരും കാണാനില്ല കേട്ടാ. വേറെ ആരുമില്ല, ബാക്കിയുള്ള മുട്ടുമെന്ന് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ മുട്ടുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. മൊത്തം ഫിഷിങ് ഏരിയയിൽ ഇപ്പോൾ ചേറ്റുവേൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം സാഗറിൻ്റെ അവിടെ പോയിട്ടുണ്ടായിട്ടാ. അവിടെ പക്ഷേ ഭയങ്കര തേരയും പിന്നെ കുറേ ചണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടുമ്പേക്ക് പോകുന്നുണ്ടാ. അവിടെ ചണ്ടിയൊന്നും ഇല്ല, വെള്ളം തെളിഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മീന് എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടാ. നമ്മുടെ ബൈറ്റ് എറിഞ്ഞിട്ടുണ്ട്, നോക്കാം. സൂര്യനെ കണ്ട അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. ഒരു സ്ട്രൈക്ക് കിട്ടിയ പോലെ തോന്നി, ഒരു സ്ട്രൈക്ക് കിട്ടിയ പോലെ ഫീൽ കിട്ടി. ഇനിയിപ്പോൾ തിര മറിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയതാണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും സ്ട്രൈക്ക് കിട്ടിയ പോലെ തോന്നിയത്. പിന്നെ ഒന്നും കാണാനില്ല കേട്ടാ, ആ ഒറ്റ സ്ട്രൈക്കിനെ കിട്ടുള്ളൂ. നമ്മൾ തിര അടിച്ചിങ്ങോട്ട് നമ്മുടെ ബൈറ്റിനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബ്രൈഡ് കുറേശ്ശെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കാറ്റില്ലെങ്കിൽ നല്ല വെയിലടിച്ച് പപ്പട പരിവാകും. അപ്പോൾ കാറ്റുള്ള കാരണം ചെറിയൊരു ആശ്വാസമുണ്ട്. അങ്ങനൊക്കൊന്നും കാണാനില്ല കേട്ടോ. നമുക്ക് വലിച്ചിട്ട് വേറെ സ്പോട്ടിക്ക് നേരെ ഇട്ട് നോക്കാം. തീറ്റ പോയിട്ടൊന്നുമില്ല കേട്ടോ, മീനെ സ്ട്രൈക്ക് ചെയ്തിട്ടൊന്നുമില്ല കാര്യമായിട്ട്. നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. കുറച്ച് ലോങ് പോയിന്റ് കഴിച്ചു, അപ്പോൾ കുറച്ച് നേരം നോക്കി നോക്കാം. ഇപ്പം മൂന്നാമത്തെ സ്ഥലമാണ് കേട്ടോ നമ്മൾ മാറ്റി മാറ്റി ഇടുന്നത്. അപ്പർ സൈഡിൽ 2 സ്പോട്ടിൽ ഇട്ട് നോക്കി. ഇപ്പർ സൈഡിൽ ഈ അറ്റത്ത് ഞാൻ അവിടെ പോയിട്ട് ആ അറ്റത്തും വേണമെങ്കിൽ ഇടാം. പക്ഷെ അവിടെ തിര കുറച്ച് കൂടുതലാണ്. നമുക്ക് സ്ട്രെയിറ്റ് ഒരെണ്ണം പടച്ച് നോക്കാം. ഇത് കഴിഞ്ഞാലേ ഇവിടെ അടിക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഒരെണ്ണം പടച്ച് നോക്കാം. ചെമ്മീൻ ഇട്ടുകൊണ്ട് ഒരുവിധം മീനൊക്കെ അടിക്കേണ്ടതാണ്. ഏട്ടക്കൂരി ആയാലും ഏത് മീനായാലും അടിക്കും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മീൻ കിട്ടാണ്ടിരിക്കില്ല. നമ്മൾ ടാർഗറ്റ് പറ്റിയാണ്, പക്ഷേ അങ്ങനെ കാണാനൊന്നും ആക്ടിവിറ്റി ഒന്നും കാണാനില്ല. ഈ പൊടിമീനുകളുള്ള സമയത്താണ് കൂടുതലും വറ്റ കയറി വരിക. പൊടിമീനൊന്നും കാണാനില്ല. ഒരു സ്ട്രൈക്ക് കിട്ടിയ പോലെ ഒരു ഫീൽ കിട്ടിയിട്ടാ കഴിച്ചു. തിര മറിഞ്ഞപ്പോൾ അങ്ങനെ വലിഞ്ഞാന്ന് തോന്നുന്നു. നമ്മുടെ കല്ല് കെട്ടിയിട്ടുള്ള കാരണം തിര മറിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പവർ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു വലിവ് ഇങ്ങനെ വരും. ചില സമയത്ത് സ്ട്രൈക്ക് കിട്ടിയ പോലെ തോന്നും. അതുതന്നെയാണെന്നുണ്ട്, അല്ലെങ്കിൽ ഈ സമയം നമ്മളേക്ക് ഒന്നുകൂടി സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ്. മീനൊന്നും ഇല്ല. അതാ ഒരു സ്ട്രൈക്ക് കിട്ടി. സ്ട്രൈക്ക് കിട്ടി ഗൈസ്. ഏട്ടക്കൂരിയാണെന്നാണ് സംശയം. എൻ്റെ ഏട്ടക്കൂരി തന്നെയാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടാ. നമുക്ക് വലിച്ച് കയറിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് വീണ്ടും എറിഞ്ഞു നോക്കാം ഗൈസ്.
എന്തായാലും ഇവിടെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരു മീനുണ്ടാവും. നമ്മുടെ തീറ്റ പോയോ നോക്കാം നമുക്ക്. തീറ്റ പോയിട്ടില്ല. നമുക്ക് എന്തായാലും കുറച്ച് നീക്കിയിട്ട് അപ്പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയേക്കാം. അവിടെ മീനുണ്ട് എന്തായാലും. ഒരുത്തനെയും കൊടുത്ത് നമുക്ക് പൊക്കാൻ നോക്കാം. അങ്ങനെ അറ്റ എറിഞ്ഞിട്ടുണ്ട് കൈസ്. എന്താ ബോട്ടൊക്കെ ആ സൈഡിലേക്ക് മാത്രം പോകണം കേട്ടോ. ഈ സൈഡിലേക്ക് ഒരു ബോട്ട് പോലും പോകണം കാണാനില്ല. അവിടെയൊക്കെ വെള്ളം ഒരു ചുവന്ന കളർ പോലെയായിട്ടാണ് കാണുന്നത് കേട്ടോ, ആ സൈഡ് മൊത്തം. ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. വേറെ ഇവിടെ വരെ അടിച്ചു തുടങ്ങി കേസ്. വേറെ ചെറുതായി കൂടി കൂടി വരേണ്ട സംശയമുണ്ട്. അവിടം വരെ നനഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഈ 2-3 കല്ലൊന്നും നനഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ നനഞ്ഞത് നോക്കിയിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കണത്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നേരെ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ നിൽക്കണത്. ബൈക്കൊന്നും കിട്ടണ കാണാനില്ല. ഞാൻ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തീറ്റ പോയിട്ടില്ല കേട്ടോ. കണ്ടോ, തീറ്റ പോയിട്ടൊന്നുമില്ല. നമുക്ക് അപ്പുറ സൈഡിലേക്ക് ഒന്ന് എറിഞ്ഞ് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ സൈഡിൽ നിന്ന് എറിഞ്ഞപ്പോഴാണ് ഒരു വറ്റ കിട്ടിയിട്ട് നമുക്ക്. തിര നല്ല പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് പോകുന്നുണ്ട് വലിച്ചെറിയാം. അവിടെ പോയി വീണില്ല. മഴവില്ലൊക്കെ കാണുന്നുണ്ടാ. തിര അടിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴേ കുറച്ചും കൂടി ഇറങ്ങി നിൽക്കാം നമുക്ക്. തിര കുറച്ച് സീനായ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. വേറെ സ്ട്രൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അത് ഭയങ്കര കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് കേസ്. നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ട് നോക്കാം. ഇവിടെയും സ്ട്രൈക്കൊന്നും ഇല്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണല്ലോ കേട്ടോ. അധികം നേരം ഇട്ടിരിക്കണമെന്നില്ല. നമുക്ക് കുറച്ചും കൂടി നീങ്ങിയിട്ട് ഇവിടെ എവിടെയും എറിഞ്ഞ് നോക്കാം. ഈ സൈഡിൽ കഴിഞ്ഞായിട്ട് നമ്മൾ ആദ്യം ഇട്ട് നോക്കിയത്. ഒന്നുകൂടി നോക്കി നോക്കാം. തിര അടിച്ചടിച്ച് നമ്മുടെ ഹൈറ്റ് ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും വലിച്ചേരിട്ട് ഒന്നുകൂടി അറിയാം. തീറ്റൊന്നും കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് കഷ്ണമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കണ്ട ആ 2 പീസും ചെറുതായിട്ട് ഞണ്ടി കിടക്കുകയാണ്. എന്നാലും എന്നിട്ട് നോക്കി നോക്കാം. വലിച്ചൊരു കയറി കൊടുത്ത് നോക്കട്ടെ. അവിടെ പോയി വീണുണ്ട്. 2 മിനിറ്റ് ഇവിടെ ഇരിക്കാം നമുക്ക്. നിന്ന് കാല് കഴിച്ചു തുടങ്ങി. ഒരു സ്ട്രൈക്കാണ് ആ കൂടി കിട്ടിയത്. അതാണെങ്കിൽ ഏട്ടക്കൂരി ആയിരുന്നു. നമുക്ക് ഏകദേശം കൺഫേം ആണ്. ഇപ്പോൾ വറ്റയുടെ ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. നല്ല മീൻ വറുത്ത മണം വരണ പോലെ തോന്നുന്നു ഗൈസ്. ഇനി നമ്മുടെ കൊതി കൊണ്ട് തോന്നാന്ന് പറഞ്ഞൂടാ. അതിന് ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്ന് വരണാണെന്ന് അറിയില്ല. ഗൈസ് നമ്മുടെ ചെമ്മീൻ്റെ കാക്ക തിന്നണ്. ഗൈസ് നമ്മുടെ ചെമ്മീൻ്റെ കാക്ക തിന്നണ് ഗൈസ്. അയ്യോ നമ്മുടെ ചെമ്മീൻ്റെ തിന്നവര് കവറടക്കം എടുത്തിട്ട് കടലിലിടണോ?
എത്ര എണ്ണാണ് കൂട്ടം കൂടിയിരുന്ന് തിന്നാൻ കേട്ടാ ചെറ്റകള്. എൻ്റെ അമ്മോ, പക്ഷെ നമ്മളത് ബാഗിൽ വെച്ച് അടച്ചിട്ട് പോകേണ്ടി വരും കേസ്. കവറ് അടച്ചു വെച്ചിട്ടുള്ള കാരണം പുറത്തുനിന്ന് കൊത്തിയിട്ട് കിട്ടണത് തിന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയിലുണ്ട് എന്നിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടൊക്കെ കേട്ടാ, ഇല്ലെങ്കിൽ ഇത് മുഴുവൻ കാക്കത്തുനിന്ന് പോവും. ഭാഗ്യത്തിന് കടലിലെടുത്തിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി പോയേനെ. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ആ സമയം കൊണ്ട് മീമെല്ലാം അടിച്ച അത്രയ്ക്ക് ഭാഗ്യം നമുക്കില്ല. സൂര്യനൊക്കെ ഒരു രക്ഷയില്ലാണ്ട് വെയിലടിച്ചോണ്ടിരിക്കട്ടാ. ഒന്നും കിട്ടാനുള്ള സാധ്യത കാണാല് കഴിച്ച്. ആ കാക്കകൾ ഇപ്പോഴും അവിടെ കൂട്ടായിട്ട് വന്നിരിക്കുന്നുണ്ടാ. ഇനി നമ്മള് ചെമ്മീൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടവർ അറിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ. പുറത്തൊക്കെ തിന്നാൻ കിട്ടിയില്ലേ, അതൊക്കെ മതി. ഗൈസ്, നമ്മുടെ ഒരു പീസ് മീൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്നെ ഊരി പോകാനാണ് വഴിയുള്ളൂ. എന്തായാലും ഒരു കഷ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തിന്നട്ടെ, അന്നദാനെങ്കിൽ അന്നദാനം നടക്കട്ടെ. എൻ്റെ വാലാണെങ്കിൽ പൊട്ടിച്ചിട്ട് കിട്ടണമില്ല കേട്ടോ. ശരി, ആ ഊരിപ്പോ. ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അവർ തിന്നുള്ളൂ കേട്ടോ. ഭയങ്കര ചാടക്കാരാ. അല്ല, എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോലും വേണ്ട, അത് വേറെ കേസ്. അതായത് അന്നദാനം നടക്കുന്നുണ്ടെന്ന് പറയാൻ അതുപോലും ഇല്ലയെന്ന്, തീറ്റ പോലും വേണ്ട. ഇതാണ് അവസ്ഥ. കുഞ്ഞു കുട്ടികളൊക്കെ നിർബന്ധിച്ച് നമ്മൾ ചോറൊക്കെ കഴിക്കില്ല, അതുപോലെ വായിൽ ഊട്ടി വിടേണ്ടി വരും, എന്നാലേ തിന്നുള്ളൂ. അതാണ് അവസ്ഥ. എന്തായാലും ആ സൈഡിൽ കൂടി ഇറങ്ങി നോക്കാം. അവിടെ ആയിട്ട് കുറയ്ക്കണ്ട. എടുക്കും. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അവിടെ, നല്ല സൂപ്പറായിട്ട് തെളിഞ്ഞ് കഴുകും. നല്ല രസമുണ്ട് കാണാൻ. ഇതാ കാക്കകൾ നമ്മുടെ ചെമ്മീൻ്റെ അടുത്ത് വീണ്ടും എത്തിക്കൈ. എന്ത് മാറണ നോക്കണേ. കാക്കയെ കൊണ്ട് ശല്യമായില്ലോ, ആശം പിടിക്കാൻ. നമ്മൾ സ്ഥലം മാറിയപ്പോൾ ചെമ്മീൻ എടുത്ത് കൊണ്ടുവരാൻ മറന്നു കേസ്. അവന്മാർ വീണ്ടും അതിനെ ആക്രമിച്ചു തുടങ്ങി. നമ്മൾ ചെറുതായിട്ട് കെട്ടി വെച്ച കാരണം ബാക്കി കിട്ടിയ കവറടക്കം കൊണ്ടുപോകാൻ നോക്കണത്. ഇപ്പോൾ ഇതിനിപ്പോൾ അരയിലെങ്ങനെ വല്ല കെട്ടിയിട്ട് നടക്കേണ്ടി വരും. എങ്ങടേലും പോകണ്ടെങ്കിൽ ചെമ്മീൻ എടുത്തിട്ട് നടന്നിട്ടില്ലെങ്കിൽ അത് പോയി കിട്ടും. മീന് പിന്നെ അടിച്ചിട്ടൊന്നുമില്ല, അത് വേറെ ടെൻഷനില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഒരു സ്ട്രൈക്ക് പോലും കിട്ടണില്ല എന്നുള്ളതാണ്. എന്ത് തേങ്ങനാവോ. തേര അടിച്ചടിച്ചതാ ഇവിടെ എത്തിയിട്ടത്. അവിടെ പോയ ഗ്യാപ്പിൽ ഇവിടെ കുറച്ച് ഇരട്ടാക്കിയാലെന്നാ ഇവിടെ കിടക്കട്ടെ. എന്തായാലും തേരപ്പിടം വരെ കൊണ്ടുവന്നല്ലേ. ഈ സൈഡിൽ ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ ചെമ്പല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ. ചെമ്പല്ലിയല്ല, സോറി, അമ്മൂറ്. കല്ലിൻ്റെ ഇടയിലേ പാവമാർക്ക് അങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഹെവി സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്ലിൻ്റെ ഗ്യാപ്പിൽ ഒരു ദിവസം ഇട്ടതാണ്. പക്ഷേ അടിച്ച വശം പറന്നു, ഗംഭീര ഓട്ടോടി. എൻ്റെ ആണെങ്കിൽ ആ സമയത്ത് ബ്രൈഡൽ ലൈനൊന്നുമല്ല, സാധാ ഇരുന്നൂല്, അതും അധികം കട്ടിയൊന്നുമില്ല സാധനം. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാണ്ട് ആ സമയത്ത് ഡ്രാഗ് ആണെങ്കിൽ ഫുള്ള് ടൈറ്റും. ഒന്നും ചെയ്യാനില്ല, നേരെ ആ സാധനം വലിച്ച് അവൻ പൊട്ടിച്ചിട്ട് അതും കൊണ്ട് പോയി. നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ.
നല്ലൊരു ഫിഷിങ് ആയിരുന്നു. പക്ഷേ നമുക്കത് സമയത്ത് അധികം ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റിപ്പൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. സ്റ്റിപ്പായ മീനടിക്കണമില്ല. ആറ്റ് നോറ്റന്നേരം അടിച്ച നല്ലൊരു മീനായിരുന്നു. അത് ഹെവി മീനായിരുന്നു. കാരണം നമുക്കത് നമ്മുടെ ചൂണ്ട ഫുള്ള് വളഞ്ഞു. നമുക്ക് മനസ്സിലായി സാധനം ഇതിൽ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി വെയിറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം കിടന്ന് ഓടി കുറച്ച് നേരം. പിന്നെ നൂല് കഴിഞ്ഞു, സാധനം അങ്ങനെ പൊട്ടിപ്പോയി. ബ്രൈഡഡ് ലൈൻ അന്ന് നമ്മുടെ കയ്യിൽ ഇല്ല. ആ സമയത്ത് നമ്മൾ ബ്രൈഡഡ് ലൈനൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ ബ്രൈഡഡ് ലൈനൊക്കെ വാങ്ങി സെറ്റ് ചെയ്തത്. ഇതിന് വിചാരിച്ച പോലല്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ലുമ്പോൾ കുടുങ്ങി പൊട്ടിപ്പോവും. 250 രൂപ മിനിമം വേണം ബ്രൈഡഡ് ലൈൻ കിട്ടണമെങ്കിൽ. ഏറ്റവും ലോ കോസ്റ്റ് 250, പിന്നെ 350 ഉണ്ട്, പിന്നെ 450, 500, പിന്നെ മേലേക്ക് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഈരനൂല് കിട്ടും. അത് 150 മീറ്ററാണ്. അങ്ങോട്ട് ഇത്രയാ, അധികം പൈസ ഒന്നുമില്ല. പക്ഷെ അത് പെട്ടെന്ന് കെട്ടുപെടും. അതിങ്ങനെ തന്നെ അഴിഞ്ഞഴിഞ്ഞ് വന്നിട്ട് ആകെ കെട്ടുപെട്ടിട്ട് ആകെ കുളമാവും. പിന്നെ അത് നമ്മൾ പരിപാടി നിർത്തി. നമ്മൾ ആദ്യം കുറച്ച് നാൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇതേ ബ്രൈഡഡ് ലൈൻ ഉണ്ട്. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ വലനൂല് ബ്രൈഡഡ് ലൈൻ, അറ്റത്ത് ബ്രൈഡഡ് ലൈനാണ്. അത് നല്ല ലൈനാണ്. അത് അത്യാവശ്യം റേറ്റ് 450 രൂപ റേറ്റുള്ള ലൈനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വലനൂലാണ്. അതായത് നമ്മളിപ്പോൾ ഇതിന് കോമൺ ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യണ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വലനൂല് കയറ്റിയിട്ട് അതിൻ്റെ മേലെ കൂടെ ബ്രൈഡഡ് ലൈൻ അടിച്ചേക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലനൂല് കയറ്റിയിട്ടുള്ള കാരണം ഇതിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കുറേ ചുറ്റാണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എറിയുമ്പോൾ കൂടുതൽ ദൂരം പോവുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ കുറച്ചധികം ദൂരം പോയാലും നമുക്ക് ചുറ്റി കറക്റ്റ് ആ ബ്രൈഡഡ് ലൈനുള്ള സ്ഥലം വരെ ആക്കിയിട്ട് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഗൈസ്. ആ മീനടിച്ചിട്ടുണ്ട് ഗൈസ്, മീനടിച്ചിട്ടുണ്ട്. ഞാൻ വലിച്ചതിൽ നമ്മുടെ ക്യാമറയിൽ തട്ടിയിട്ടാ, ഫോണിൽ തട്ടി മീനടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാന്ന് പറഞ്ഞൂടാ, ഏട്ടക്കൂരിയാണെന്നുണ്ട്. അതിൻ്റെ ഒരു പെടച്ചിൽ കണ്ടിട്ട് ഏട്ടക്കൂരിയാ വരുന്നുണ്ട് കേട്ടോ. ആ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുടുങ്ങിയ ആ വരുന്നു ഏട്ടക്കൂരി. ഞാൻ പറഞ്ഞില്ലേ ഏട്ടക്കൂരി അടിച്ച് കയറി. ഇത് എങ്ങനെയത് കുടുങ്ങിയേക്കണത്? എങ്ങനെയൊക്കെയോ കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ പടച്ചിലൊക്കെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ അവനെ വെടിയിപ്പിക്കാം. പശു കണ്ണുമൂടെ കയറിയേക്കണതിൻ്റെ പാവുണ്ട്. കറക്റ്റ് കണ്ണുമ്മ കയറിയിച്ചേ കൊളുത്ത് പുറത്തേക്ക് വന്നു നിന്നിട്ട്. ഇതെങ്ങനെയത് കുടുങ്ങിക്കണത്? അച്ചോടാ, ജസ്റ്റ് കണ്ണുമ്മ എങ്ങനെയോ കൊളത്തിയതാട്ടാ. കണ്ട ഫോൾസ് ഹുക്കായിരുന്നു ഗൈസ്. അതും അതിൻ്റെ ഏകദേശം കണ്ണൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വിടാം. കാണണ്ടാ നിനക്ക്? കുറച്ച് നേരം എന്തെങ്കിലും വെള്ളത്തിൽ കിടക്ക്. ഇവിടെ കിടന്ന് അലമ്പ്. ഞാനപ്പോഴേക്കും വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോട്ടെ, എൻ്റെ കൂട്ടുകാരെ. നിനക്ക് പോണാ നിനക്ക്? കാര്യമില്ല, വലിയ വലിപ്പൊന്നും ഇല്ല. എന്തായാലും ജീവണ്ട് നല്ല പോലെ. നല്ല പടപടൊക്കെ ഉണ്ട് പോലും. നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം കിട്ടുമെന്ന് നോക്കാം. ഒരെണ്ണം കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിടാം. സൈസൊന്നും ഇല്ല. ഇത് വിടണമെന്നാണ് ഞാൻ മൈൻഡ് ഇങ്ങനെ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ് ഗൈസ്? നിങ്ങൾ ഫിഷിങ്ങിന് പോണവരാണെങ്കിൽ നിങ്ങൾ മീനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടാറുണ്ടോ? ഞാൻ മിക്കവാറും സമയം മീനെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇടാറാ പതിവ് കിട്ടാം. അധികം ഇതിന് എടുക്കാറില്ല. നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന മീനാണ് ഈ കാണുന്നത്. തീറ്റ എന്തായാലും അത് വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. ആ തീറ്റ നമ്മൾ അതുപോലെ തന്നെ കോർത്തിടാൻ പറ്റിയിട്ടുണ്ട്. അവൻ തീറ്റ തിന്നിട്ടില്ല. ഇനിയിപ്പോൾ അവൻ തിന്നൂല, കാരണം ഹുക്ക് ചെയ്തല്ലേ നമ്മൾ. എന്തായാലും കുറച്ച് നേരം നമുക്ക് എടുക്കട്ടെ, നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. വെള്ളത്തിൽ ഇനി വേണ്ട, ചത്തു പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഡിക്കിയിലിട്ടിട്ട്, മറ്റേ സ്കൂട്ടറിൻ്റെ ഡിക്കിയിലിട്ടിട്ട് വീട്ടിലെത്തിയിട്ട് അവൻ ചത്തുണ്ടായിരുന്നില്ല കേട്ടോ. അതും വെള്ളമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഡിക്കിയിൽ വെറുതെ ഇട്ടതാ.
നമ്മൾ വറുത്തടിക്കാനുള്ള പരിപാടിക്ക് പോകണം. എന്നിട്ട് നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ട വീഡിയോ കിട്ടുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ട് വരാലിൻ്റെ കൂടെ ഇട്ട് നോക്കി. പക്ഷെ പിറ്റേ ദിവസം ചെയ്യാൻ ചത്തുപൊന്തി. പക്ഷെ അത് വേസ്റ്റ് ആയിരുന്നില്ല ചേട്ടാ. നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരം ഒരു പൂച്ച വരാറുണ്ട്. നമ്മളിത് കളയാൻ വേണ്ടിയിട്ട് ആശ ഓട്ടിയേ വന്നു, അതിനെടുത്തോണ്ട് പോയി. നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിച്ചാൽ വേസ്റ്റ് ആവില്ല, കാരണം പൂച്ചയുണ്ട് അവിടെ. പൂച്ചയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി നോക്കാം എന്തായാലും. നല്ല വെയിലായിട്ടാ, നല്ല വെയിലായി. എന്തായാലും ഒരെണ്ണം കിട്ടിയില്ലോ അല്ലേ. മീൻ പിടിക്കാൻ വന്നിട്ട് ഒന്നും കിട്ടാണ്ട് പോണേക്കാന്നല്ലേ ഒരെണ്ണം കിട്ടണത്. അത് ഈ കലങ്ങിയ ഭാഗത്ത് ഇട്ടപ്പോഴാണ് കിട്ടിയേട്ടാ. അതിനെ കലങ്ങിയ ഭാഗത്ത് കൂടുതലും ഇങ്ങനത്തെ മീനുണ്ടാവുക, ഏട്ടക്കൂരി ഉണ്ടാവുക. വേണമെങ്കിൽ ഒരെണ്ണം നോക്കാമല്ലോ അവിടെ ഇട്ടിട്ട്. ഞങ്ങളുടെ തന്നെ ഒന്നും ഇട്ട് നോക്കാം കൈസ്. കൈ അടുത്ത് തന്നെ ഇടാം. മിക്കവാറും കുടുങ്ങും ഇവിടെ ഇട്ട്, അതാണ് വേറെ പ്രശ്നം. ഇവിടെ കേൾക്കട്ടെ. നമ്മൾ ജസ്റ്റ് അടുത്ത് തന്നെ ഇട്ട് വെച്ചിട്ടാ. മിക്കവാറും ഒരു ഏട്ടക്കൂരി നമുക്ക് കയറി അവനോട് ഉണ്ട്. കുടുങ്ങാണ് കൈസ്. അത് അടുത്തിട്ടാലേ ഇത് പെട്ടെന്ന് കുടുങ്ങും കല്ലുമ്മ. നമുക്ക് അകലേക്ക് തന്നെ ഇട്ട് നോക്കാം, അത് നല്ലത്. അറ്റത്തേക്ക് എറിഞ്ഞിട്ട് കേട്ടോ. വഴിതെറ്റി വന്നൊരു വറ്റ പോലും അടിക്കണില്ല എന്നുള്ളതാ. ഒരെണ്ണം മതിയായിരുന്നു, ഒരെണ്ണം പറ്റി. ഇത്ര നേരം എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയപ്പോൾ നമ്മുടെ ആഗ്രഹം മാറി. ഇനി നമുക്ക് വറ്റ പിടിക്കണം. ഒരെണ്ണം മതി. നമ്മൾ ആ സൈഡിലേക്ക് പോകാനുണ്ടാ. അവിടെ നിന്ന് വല്ല എരിമീനും കിട്ടും നോക്കാൻ പോകാനുണ്ടാ. മറ്റവനെ നമ്മൾ വിട്ടുട്ടാ. അവനെ മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ വിട്ടിട്ടുണ്ട്. അവൻ സേഫായിട്ട് കടലിൽ ലാൻഡായിട്ടുണ്ട്. ഈ സൈഡുകളിൽ ഇട്ടാലേ എരിമീൻ അടിക്കാറുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ബാഗ് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇട്ട് നോക്കാൻ. ഇവിടെ നിന്ന് വല്ലതും കിട്ടും നോക്കാം. നമ്മുടെ ഒരു തീറ്റ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തീറ്റ നമുക്ക് അല്ലെങ്കിൽ 2 തീറ്റ മാറ്റിയിടാം. എന്തായാലും വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ തീറ്റ ഇഷ്ടം പോലെ ബാക്കിയുണ്ട് കേട്ടോ. മെയിനായിട്ട് തീറ്റ കിട്ടിയത് കാക്കയ്ക്കാണ്. മീന് പോലും വേണ്ട. വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ്. എന്താ ചെയ്യാൻ, അത് തിന്നാൻ യോഗം കാക്കയ്ക്കായിപ്പോയി. പിന്നെ ഹതഭാഗ്യനായ ഒരു ഏട്ടക്കൂരി. അവനാണെങ്കിൽ കുഞ്ഞൊരു കഷ്ണം തിന്നോളൂ കേട്ടോ. അതിന് മുന്നേ നമ്മൾ അവനെ വലിച്ചു കയറ്റിയില്ലേ. ഇവിടെ പ്രാണികളൊക്കെ നടക്കുന്നുണ്ട്. അവരും തിന്നട്ടെ കുറച്ച്. അന്നദാനം മഹാദാനം എന്നാണല്ലോ. നമുക്ക് ഇത് 2 പീസായിട്ടിടാം. എന്തായാലും കുറച്ച് വലിയ പീസിന് ഇട്ട് കൊടുക്കാം. തിന്നണവർ നല്ല തിന്നട്ടെ. അല്ലേ നമ്മുടെ എത്ര വിശാല മനസ്കനായ നമ്മളാണ്. ഇവിടെ ഇറക്കണം ഭാഗ്യം നോക്കാം. ക്യാമറ ഇടയ്ക്ക് ചെറിയൊരു ചെരിയുണ്ട് കേട്ടോ. കാര്യമാക്കുന്നില്ല. അവിടെ പോയി ഉണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ റെസ്റ്റ് ഇൻ പീസ്.
കുറച്ച് നേരം ഇവിടെ കുത്തിയിരിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഈ വറ്റൊക്കെ എപ്പോഴാണ് വരിക പോലെ മീൻ ഇത് അറിയണവർക്കാണ് കൂടുതലും മീൻ കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏത് സമയത്ത് ഇന്ന മീൻ വരും, ഇന്ന സ്പോട്ടിൽ പോയാൽ ഇന്ന മീൻ കിട്ടും, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവണം. എന്നാലേ ഈ മീൻ പിടുത്തത്തിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. വരാല് പിടിക്കണമെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഇങ്ങനത്തെ മീനൊക്കെ ഏത് സമയത്താണ് വരിക, എങ്ങനെ കയറണ, ഏത് സമയത്താണ് ഈ പുളിവെള്ളം, ആ വെള്ളം, ഈ വെള്ളം എന്നൊക്കെ പറഞ്ഞ് കുറേ കലാപരിപാടി ഉണ്ട് തന്നെ. അതൊക്കെ സ്ഥിരമായിട്ട് ഫിഷിങ്ങിന് വരുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അല്ലാത്തവർ വന്നാൽ ഇങ്ങനെ ചൂണ്ടിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ വെയിലും കൊണ്ട്. പിന്നെ ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസും കൂടി ആയതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ജിഗ് എറിയുന്നുണ്ടാ, ജിഗ് അലൂറ എന്നിട്ട് സംഭവം എറിയുന്നുണ്ടാ. അങ്ങനെ ആരെങ്കിലും ഒന്ന് എറിയണ്ട നമുക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും, അവിടെ ഉണ്ടാവും മീൻ എന്നുള്ളൊരു തോന്നൽ വരും. ആളത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മാറി മാറി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എറിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല ഇപ്പോൾ ഈ ഭ്രാന്തുള്ളത്, കുറേ ഉണ്ട് ഭ്രാന്തന്മാർ വേണ്ടില്ലേ. നല്ല വെയിലാണെങ്കിൽ ആൾ വന്നിട്ട് സൈഡിൽ നിന്നിട്ട് റീണ്ട് കിട്ടുക. നല്ല കിട്ടുന്നുണ്ടാവോ ഈ ലൂറൊക്കെ വെച്ചിട്ട് അല്ലേ? ഞാൻ അത് ആലോചിക്കുന്നപ്പോൾ. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെമ്മീൻ വാങ്ങിയ പൈസ കളയണ്ട, ഒരു ലൂറ് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അതന്നെ വന്നിട്ട് എന്നും അറിയാലോ, അത് പോണവരെ അതുകൊണ്ട് അറിയാലോ ഒന്നുമില്ലെങ്കിൽ. ആൾക്ക് ഇപ്പോൾ ഒരു മീനെ കിട്ടുകയാണെങ്കിലോ നമ്മൾ ആളോട് ആ ലൂറ് ഏതാണെന്ന് ചോദിച്ചിട്ട് ആ ലൂറ് നമ്മൾ മേടിക്കാട്ടോ. ആളുടെ ഒരു ചെമ്മീൻ്റെ പോലത്തെ സാധനമാണ് കൊണ്ടിട്ടാ, ചെമ്മീൻ്റെ ഷേപ്പുള്ളൊരു സാധനമാണ് കൊണ്ട്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവണത്. ഈ ട്രാൻസ്പെറൻറ്റ് പോലത്തെ ചെമ്മീനില്ലേ, അതേപോലത്തെ ഒരു വെള്ള കളർ പോലത്തെ ഒരു ചെമ്മീനാണ് കാണുന്നത്. എറിയുണ്ട്, എന്നിട്ട് റോഡ് കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് തീപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പരിപാടി. പിന്നെ ആർക്കൊന്നും കിട്ടാത്ത കാരണം ടെൻഷൻ ഇല്ല. അല്ല നമുക്ക് കിട്ടിയിട്ടാ, നമ്മൾ പ്രോ പ്ലെയറായി, അല്ല പ്രോ ഫിഷറായി. അല്ല നമുക്കൊരു ഏട്ടക്കുയിലിനെ കിട്ടിയിട്ടുണ്ട്. ചെമ്മീനൊക്കെ അതേപോലെ തന്നെ ഒരു എണ്ണക്കം പോലും സംഭവിച്ചിട്ടില്ല, എല്ലാം സേഫാണ്. നമുക്കിനി ആ മറ്റേ കലക്ക വെള്ളത്തിലുള്ളതിൻ്റെ അവിടേക്ക് ഒന്ന് എറിഞ്ഞു നോക്കാട്ടോ. ആ ഒരു ചെമ്മീൻ പോണ വഴിക്ക് തന്നെ ഊരിപ്പോയിൻ്റെ കേസ്. കലക്ക വെള്ളത്തിൽ നിന്ന് വല്ല കൊമ്പന്മാരെ അടിച്ചാലോ. ഇതിലൂടെ കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് നമ്മുടെ അവസാനത്തെ ട്രൈ ചെയ്യണം. ഇതിലെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് അടിക്കടേ. ആ കിട്ടിയതൊരു സ്ട്രൈക്കാണോ അതോ തിരടിച്ചതിൻ്റെയാണോ അറിയില്ല. എന്തായാലും തിരടിയും വെയിലടിയും ഒക്കെ നല്ല പോലെ ഉണ്ട്, മീൻ മാത്രം അടിക്കാത്തുള്ളൂ. ആള് വീണ്ടും എറിഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. തീറ്റ് ഇട്ടിട്ടാണെങ്കിൽ പിന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടാം, എറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അല്ല കുറച്ച് കഴിഞ്ഞാൽ സ്ഥലം മാറ്റി ഇട്ടാൽ മതി. പക്ഷെ ലൂറാണെങ്കിൽ അങ്ങനെയല്ല, ഓരോ തവണ എറിഞ്ഞിട്ട് വലിച്ച് കയറ്റിയിട്ട് പിന്നെ വീണ്ടും എറിയണം. നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്യില്ലേ വരാലിനെ പിടിക്കുക, അതേപോലെ തന്നെ
ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ വരണമെന്ന് മാത്രം. ഇത് വെള്ളത്തിൻ്റെ മേലെ കൂടെ അല്ലേ വരിക. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ വരും. കുടുങ്ങിയിട്ടില്ല. കുടുങ്ങിയ പോലെ ഒരു ഫീല് കിട്ടി. കുടുങ്ങിയിട്ടില്ല. നമുക്ക് 2 വലിയ പീസ് ചെമ്മീനെ ഇട്ടിട്ട് നോക്കി നോക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ ഇത് ചീഞ്ഞ് നാശമായി പോകും മിക്കവാറും. നമുക്ക് എന്തായാലും ഈ ചെറിയ പീസ് ഊരി കളഞ്ഞിട്ട് 2 വലിയ ചെമ്മീനെ കൊണ്ട് കുത്തിയിടാം. എന്നിട്ട് ഈ സൈഡിൽ ഇട്ട് നോക്കാം. ഈ ഒരു മാളത്തിലൊക്കെ വല്ല മീനുണ്ടെങ്കിൽ ഒന്ന് അടിക്കട്ടെ. ഇവിടെ കുറച്ച് കലക്കായ കാരണം മീൻ കാണില്ല. മീനുകൾക്ക് തിന്നാനുള്ള സാധനമാണെന്ന് അറിയണമെങ്കിൽ ഒരു വലുപ്പത്തിൽ അങ്ങോട്ട് ഇടാം. ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് കേട്ടോ. മീനുകൾ എങ്ങനെയാണ് തിരിച്ചറിയണമെന്ന് നമുക്കറിയില്ല. മണം പിടിച്ച് വന്ന് തിന്നാണോ തേങ്ങിക്കണോ എന്തായാലും നോക്കി നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. അതെല്ലാം പിച്ചി പറിച്ച് കളഞ്ഞത് ഈ സാധനം ഇങ്ങനെ കുളച്ച് അങ്ങനെ ഒരു മണ്ണിലേക്ക് നമ്മൾ കോർക്കില്ലേ, അതുപോലെ അങ്ങോട്ട് കോർത്ത് നോക്കാം. അതങ്ങനെ കോർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുളത്തുമ്പോൾ ഒരു ചെമ്മീൻ അങ്ങനെയാണ് നമ്മൾ കോർത്തേക്കണത് പ്രാവശ്യം. റിച്ച് അടുത്തത് അത് മീൻ ഒരെണ്ണം അങ്ങനെ വലുതാക്കിയിട്ട് തന്നെ കോർക്കാം.